നമസ്കാരം. എല്ലാവർക്കും സ്മാർട്ട് സ്റ്റഡി അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് റഫീഖ് എന്നാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് SCERT പാഠപുസ്തകമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് 10ാം ക്ലാസ്സിലെ SCERT പാഠപുസ്തകമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ കുറിച്ച് എന്താണ് സംസാരിച്ച് തുടങ്ങിയതാണ്. ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു എന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയ ഋതുഭേദങ്ങളും സമയവും. സീസൺസ് ആൻഡ് ടൈം എന്ന് പറയുന്നതാണ് എന്ത് ചെയ്തത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ എന്താണ് അയനങ്ങളെ കുറിച്ച്, സൂര്യന്റെ ചലനങ്ങളാണ് അയനങ്ങൾ, അതനുസരിച്ചാണ് ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത് മുതലായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഭ്രമണവും സമയ നിർണയവും എന്നുള്ളതിനെ കുറിച്ചാണ്. ഭ്രമണവും സമയ നിർണയവും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? സീസണുകളെ കുറിച്ചാണ്. എങ്ങനെയാണ് പരിക്രമണം, അത് പ്രകാരം എന്ത് ചെയ്യുന്നത് സീസണുകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഭൂമിയുടെ ഭ്രമണം എങ്ങനെയാണ് സമയത്തെ എന്ത് ചെയ്യുന്നത് നിർണയിക്കുന്നത് എന്നുള്ളതാണ്. നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്ലോക്ക് നോക്കിയപ്പോൾ മണി 12 തന്നെ. വാച്ചിലെ സമയം 5.5 മണിക്കൂർ പിന്നോട്ട് തിരിച്ചു വെക്കണമെന്ന് എയർ ഹോസ്റ്റസ് അറിവ് തന്നു. അപ്പോൾ ഞങ്ങൾ വാച്ചിലെ ഇന്ത്യൻ സമയം എന്താണ് 5:30 ആയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തെ വിഴുങ്ങിക്കൊണ്ടാണ് വിമാനം പടിഞ്ഞാറോട്ട് പറക്കുന്നത്. അതിനനുസരിച്ച് എന്താണ് കൂടെ ഞങ്ങളുടെ വാച്ചിലെ സൂചിയും എന്ത് ചെയ്യുന്നത് പിന്നോക്കം തിരിച്ചു വെക്കേണ്ടി വന്നു. പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന് പറയുന്ന SK പൊറ്റക്കാടിന്റെ എന്താണ് ഒരു യാത്രാ വിവരണത്തിൽ നിന്ന് എന്താണ് ഉള്ള ഒരു ഭാഗമാണ്. എങ്ങനെയാണ് അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ ഈ ടൈം സോണിലുള്ള വ്യത്യാസങ്ങളിലൂടെ എന്താണ് സഞ്ചരിക്കുമ്പോൾ നമ്മൾ എന്താണ് ടൈം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് SK പൊറ്റക്കാട് നൽകുന്ന ഒരു വിവരണമാണ്. അദ്ദേഹം എന്താണ് അനുഭവിച്ച ഒരു വിവരണം. അതായത് നമ്മുടെ ഇന്നത്തെ സന്തോഷ് ജോർജ് കുളങ്ങര പോലെ അദ്ദേഹത്തിന് ഒരു മുൻഗാമിയായിട്ടൊക്കെ നമുക്ക് എന്താണ് പ്രതിപാദിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് SK പൊറ്റക്കാട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളിലൂടെയാണ് നമ്മളൊക്കെ എന്താണ് ഒരുവിധപ്പെട്ട മലയാളികളൊക്കെ എന്താണ് ആദ്യമായിട്ട് ആഫ്രിക്കയെ കുറിച്ചും അവിടുത്തെ ജീവിതങ്ങളെ കുറിച്ചൊക്കെ എന്താണ് അറിഞ്ഞിട്ട് ഉണ്ടാവുക. അപ്പോ അദ്ദേഹത്തിന്റെ അതിഗംഭീരമായിട്ടുള്ള എന്താണ് എഴുത്തുകളാണ് നിങ്ങൾക്ക്. അപ്പോ പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ എന്താണ് ഒരു സഞ്ചാര കുറിപ്പുകളുടെ അതിന്റെ ഒരു ഭാഗമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവിടെ നമുക്കെന്താണ് പഠിക്കാനുള്ളത്? ടൈമാണ്. ആ ടൈമിനെ കുറിച്ച് അതിന്റെ ആ ഒരു മാറ്റത്തെ കുറിച്ച് ഒരു രസകരമായിട്ടുള്ള ഒരു വസ്തുതയായതുകൊണ്ട് എന്താണ് ഇതിവിടെ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. നമുക്കതിൽ നിന്ന് കിട്ടാവുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന് പറയുന്ന കൃതിയോ അല്ലെങ്കിൽ എന്താണ് യാത്രാ വിവരണമോ എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? അതിന്റെ ഉത്തരം SK പൊറ്റക്കാട്. പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായിട്ടുള്ള SK പൊറ്റക്കാടിന്റെ പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്തത് മുകളിൽ വായിച്ചത്. വിവിധ രാജ്യങ്ങളിലെ സമയം ഇന്ത്യൻ സമയത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സമയ നിർണയത്തിലെ വ്യത്യാസം എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത് നോക്കുവാനായിട്ട് പോകുന്നത്. ഒരു പ്രദേശം സൂര്യന്റെ ഉച്ചസ്ഥാനം, അതായത് സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴൽ എന്നിവയെ അടിസ്ഥാനമാക്കിയായിരുന്നു ആദ്യകാലങ്ങളിൽ എന്ത് ചെയ്തിരുന്നത് സമയം നിർണയിച്ചിരുന്നത്. അതായത് നമ്മൾ ക്ലോക്കോ അല്ലെങ്കിൽ വാച്ചോ ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പും എന്താണ് ഇവിടെ ജീവിച്ചിരുന്ന സമുച്ചയങ്ങൾ അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ മുൻഗാമികളായിട്ടുള്ള മനുഷ്യർ എന്ത് ചെയ്തിരുന്നു? സമയം അളന്നിരുന്നു, സമയം മനസ്സിലാക്കിയിരുന്നു. അന്ന് എന്താണ് ക്ലോക്ക് ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്താണ് അവർക്ക് സമയം എന്താണ് മനസ്സിലാക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ സമയം അറിയുന്നതിനായിട്ട് അവരുടേതായിട്ടുള്ള രീതികൾ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും നിഴല് അടിസ്ഥാനപ്പെടുത്തിയാണ് എന്താണ് കൂടുതൽ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ കൂടുതൽ ഭൂപ്രദേശങ്ങളിൽ എന്ത് ചെയ്തിരുന്നത് ഈ പറയുന്ന സമയം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത് സൂര്യന്റെ നിഴലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്തിരുന്നത് നമ്മളുടെ മുൻഗാമികൾ സമയം എന്നുള്ളത് എന്ത് ചെയ്തിരുന്നത് മനസ്സിലാക്കിയിരുന്നത്. അപ്പോ ക്ലോക്കിന് മുമ്പും എന്തുണ്ട് നമ്മുടെ മുൻഗാമികൾ ഈ സമയമൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? നോക്കുമായിരുന്നു. അപ്പോ
അതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ടൈമിന് എന്താണ് ലോക്കൽ ടൈം എന്നാണ് പറയുന്നത്. എന്താണ് പ്രാദേശിക സമയം അല്ലെങ്കിൽ ലോക്കൽ ടൈം. നോക്കുക, ഒരു പ്രദേശത്ത് സൂര്യന്റെ ഉച്ചസ്ഥാനം, സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴൽ എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആദ്യകാലങ്ങളിൽ എന്താണ് സമയം നിർണയിച്ചിരുന്നത്. തലയ്ക്ക് മുകളിലായിട്ട് എന്താണ് സൂര്യൻ എത്തുന്നത് ഉച്ചക്ക് 12 മണിക്കായിട്ടാണ് എന്ത് ചെയ്തിരുന്നത് കണക്കാക്കുന്നു. ഓരോ സ്ഥലങ്ങളിലും എന്താണ് ഇപ്രകാരം സൂര്യന്റെ സ്ഥാനത്തെ ആധാരമാക്കി നിർണയിക്കുന്ന സമയത്തെയാണ് എന്തെന്ന് പറയുന്നത് പ്രാദേശിക സമയം അല്ലെങ്കിൽ ലോക്കൽ ടൈം എന്ന് പറയുന്നത്. പ്രാദേശിക ടൈം സമയം അല്ലെങ്കിൽ ലോക്കൽ ടൈം എന്ന് പറയുന്നത്. ഇത്രയുള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും എന്താണ് അവരുടേതായിട്ടുള്ള രീതികളിൽ എന്തുണ്ടായിരുന്നു, സൂര്യപ്രകാശത്തെ അടിസ്ഥാനമാക്കിയിട്ട് സമയം ഗണിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഉള്ള സമയഗണനയെ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അല്ലെങ്കിൽ ആ സമയത്തെ വിളിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രാദേശിക സമയം അല്ലെങ്കിൽ ലോക്കൽ സമയം എന്നുള്ളതാണ്. നമുക്കിവിടെ ഇതുകൂടി നോക്കിയിട്ട് പോകാം. പാതിരാ സൂര്യൻ, അർദ്ധരാത്രിയിലും സൂര്യൻ ഒരു ദിവസമല്ല 6 മാസക്കാലത്തോളം എന്താണ് ആർട്ടിക് വൃത്തത്തിലും അന്റാർട്ടിക് വൃത്തത്തിലും ഇത് തന്നെയാണ് എന്ന് പറയുന്നത് സ്ഥിതി. പകൽ എന്ന് പറയുമ്പോൾ സൂര്യൻ തലക്കും മുകളിലുള്ളതാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യകതയില്ല. എന്താണ് പകൽ വെളിച്ചം ഏറിയാൽ 1-2 മണിക്കൂറുകൾ മാത്രമേ അവിടെ ഉണ്ടാവൂ. എന്താണ് നിലത്തെമ്പാടും മഞ്ഞുമൂടിയ അവസ്ഥയാണ്. ഇവിടുത്തെ ജനജീവിതം പരിമിതമായ കൃഷിയുമെല്ലാം ഈ കാലാവസ്ഥാ പ്രത്യേകതയ്ക്ക് അനുസരിച്ച് ക്രമപ്പെടുത്തിയിരിക്കുന്നു. പാതിരാ സൂര്യന്റെ നാട് എന്നൊക്കെ പറയുന്നത് എന്താണ് ആർട്ടിക് വൃത്തത്തിലും അന്റാർട്ടിക് വൃത്തത്തിലും എന്താണ് 6 മാസമൊക്കെ എന്താണ് സൂര്യൻ കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അത് പ്രകാശ സമാനമായിട്ടല്ല കാണുക. എന്താണ് ഏകദേശം നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നത് പോലെയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക അത് കാണപ്പെടുക. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനെ കുറിച്ചാണ്? ഈ സൂര്യപ്രകാശത്തെ അടിസ്ഥാനമാക്കി സമയം ഗണിച്ചിരുന്ന ഓരോ പ്രദേശങ്ങളിലുമുള്ള രീതിയാണ് എന്ന് പറയുന്നത് പ്രാദേശിക സമയം അല്ലെങ്കിൽ ലോക്കൽ ടൈം എന്ന് പറയുന്നത്. ഇപ്പോ ഇന്ത്യയിൽ എല്ലായിടത്തും ഏകദേശം എന്താണ് ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ സമയമാണ്, ഓരോ സമയമാണോ ഉള്ളത്? അല്ലെങ്കിൽ എന്താണ് ഓരോ പ്രദേശങ്ങൾക്കും അവരുടേതായിട്ടുള്ള സമയങ്ങളുണ്ടോ? ഇല്ല, ഒറ്റ സമയമുള്ളൂ. അങ്ങനെ ഓരോ പ്രദേശങ്ങൾക്കും അവരുടേതായിട്ടുള്ള സമയങ്ങൾ ഉണ്ട് എങ്കിൽ എന്താണ് അത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് മാറും. എന്താണ് നമുക്ക് നാഷണലൈസ്ഡ് ആയിട്ട് ഒരു കാര്യം അനൗൺസ് ചെയ്യുവാനോ അല്ലെങ്കിൽ എന്താണ് അത് മനസ്സിലാക്കുവാനോ ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് ഉണ്ടാകും. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാതിരിക്കുവാനായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യക്ക് മൊത്തമായിട്ടൊരു സമയക്രമം എന്ന് പറയുന്നത് ഉള്ളത്. അത് നോക്കുക, ഈ ഒരു രാജ്യത്ത് നിരവധി പ്രാദേശിക സമയങ്ങൾ ഉണ്ടായാൽ എന്താണ് അത് സൃഷ്ടിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. അതായത് രാജ്യത്തുടനീളം എന്താണ് ബാധകമാകുന്ന ഒരു തീവണ്ടി സമയക്രമം എന്ത് ചെയ്യാൻ പറ്റില്ല, തയ്യാറാക്കുവാനായിട്ട് കഴിയില്ല. റേഡിയോ പരിപാടികളെ കുറിച്ച് എന്താണ് അറിയിപ്പ് നൽകുവാനായിട്ട് കഴിയില്ല. അങ്ങനെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താണ് അവിടെ പരിമിതികളുണ്ട്. പിൽക്കാലത്ത് സമയനിർണയം എന്താണ് കൂടുതൽ ശാസ്ത്രീയവും കൃത്യവുമായിട്ട് എന്താണ് സമയനിർണയത്തിനു പിന്നിലെ വസ്തുതകളിലേക്ക് എന്താണ് നമുക്ക് നോക്കാം. അതായത് പരിക്രമണത്തോടൊപ്പം ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഭ്രമണം ചെയ്യുന്നു. അതായത് ഞാൻ പറഞ്ഞു എന്താണ് ആദ്യം നമ്മൾ പഠിച്ചതാണ് എന്താണ് ഭൂമി സ്വയം കറങ്ങുകയും അതിനോടൊപ്പം തന്നെ എന്താണ് സൂര്യനെ ചുറ്റുകയും ചെയ്യുന്നു. സൂര്യനെ ചുറ്റുന്നതാണ് പരിക്രമണം, സ്വയം കറങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത് ഭ്രമണം എന്ന് പറയുന്നത്. ഈ ഭ്രമണ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്, ഡേ ആൻഡ് നൈറ്റ്, അതായത് രാത്രിയും പകലും ഉണ്ടാകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ കേസാണ് എന്താണ് ഈ പറയുന്ന സീസൺ ഉണ്ടാകുന്നത് പരിക്രമണത്തിന്റെ ഫലമായിട്ടാണ്. എന്താണ് രാത്രിയും പകലും ഉണ്ടാകുന്നത് ഭ്രമണത്തിന്റെ ഫലമായിട്ടാണ്. അപ്പോ എന്താണ് ഭൂമി ഈ പറയുന്ന ഭ്രമണം ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഇനി ഭൂമി എവിടെ നിന്ന് എവിടേക്കാണ് ഭ്രമണം ചെയ്യുന്നത്? ഭൂമി എവിടെ നിന്നും എവിടേക്കാണ് ഭ്രമണം ചെയ്യുന്നത്? ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും എങ്ങോട്ടാണ്? കിഴക്കോട്ടാണ്. എവിടേക്കാണ്? പടിഞ്ഞാറ് നിന്നും വെസ്റ്റിൽ നിന്നും എങ്ങോട്ടാണ്? ഈസ്റ്റിലേക്കാണ് ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നത് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? 24 മണിക്കൂറാണ്. 24 മണിക്കൂറാണ്. ഭൂമി എന്താണ് ഒരു ഭ്രമണം പൂർത്തിയാക്കുവാനായിട്ട് എത്ര മണിക്കൂർ എടുക്കും? 24 മണിക്കൂർ എടുക്കും.
ഈ പറയുന്ന ഭ്രമണം എന്ന് പറയുന്നത് എന്താണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാലാണ് എന്ന് പറയുന്നത്. നമുക്ക് സൂര്യോദയം എന്നുള്ളത് എവിടെ നിന്ന് കാണാൻ പറ്റുന്നത്? കിഴക്ക് നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ഭൂമി എന്ന് പറയുന്നത് സ്വയം കറങ്ങുന്നുണ്ട്, ഭ്രമണം ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഭൂമി എവിടെ നിന്ന് എവിടേക്കാണ് ഭ്രമണം ചെയ്യുന്നത്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കാണാൻ കഴിയുന്നത്? കിഴക്ക് സൂര്യ ഉദയം കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ഇന്ത്യയിൽ ആ ഉദയ സൂര്യനെ കാണുന്നത് ആദ്യം ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. ഇപ്പോ നോക്കാം, ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ്. അതായത് ഭൂമിയുടെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വൃത്തമാണ് ഭൂമി എന്ന് സഞ്ചരിക്കുക. അതിന്റെ ഒരു വൃത്തത്തിന്റെ കോണളവ് എത്രയാണ്? 360 ഡിഗ്രിയാണ്. അതാണ് അവിടെ എന്ത് ചെയ്യുന്നത്? അവിടെ പറയുന്നത്. അപ്പൊ 360 ഡിഗ്രിയാണ് ഓരോ ഡിഗ്രി കോണളവിൽ. അതായത് ഒരു ഡിഗ്രി കഴിയുമ്പോൾ ഒരു കോണളവിൽ എന്താണ്? ഓരോ രേഖാംശം വീതം ഇങ്ങനെ മുകളിൽ. രേഖാംശം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായില്ലേ? മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. അപ്പൊ അതായത് 360 ഡിഗ്രിയാണ് ഒരു വൃത്തം എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയും ഒരു വൃത്തമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഓരോ ഡിഗ്രിയിലും എന്താണ്? ഓരോ രേഖാംശ രേഖകൾ വരയ്ക്കുകയാണെങ്കിൽ എത്ര രേഖാംശ രേഖകൾ ഉണ്ടാവും? 360 രേഖാംശ രേഖകൾ ഉണ്ടാകും. അപ്പോ ഈ 360 രേഖാംശ രേഖകൾ എന്ത് ചെയ്യും? ലഭിക്കും. ഈ 360 ഡിഗ്രി തിരിയുവാൻ ഭൂമിക്ക് വേണ്ടത് എത്ര മണിക്കൂറാണ്? 24 മണിക്കൂർ. 24 മണിക്കൂറാണ്. 24 മണിക്കൂർ. അപ്പോ 24 മണിക്കൂറിന് നമ്മൾ എന്താണ് മിനിറ്റിലേക്ക് മാറ്റിയാൽ എന്ത് വരും? അത് 1440 മിനിറ്റ് വരും. അതായത് 360 ഡിഗ്രി ഈ ഭൂമി എന്ന് പറയുന്നത് തിരിയുവാൻ വേണ്ട സമയം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം? 1440 മിനിറ്റ് ആണ് എന്ന് പറയാം. അപ്പൊ അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടെത്താൻ പറ്റും? 1 ഡിഗ്രി കറങ്ങുന്നത് എത്ര സമയം എടുക്കും എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോ 1 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുവാൻ ഭൂമിക്ക് വേണ്ട സമയം എന്ന് പറയുന്നത് ഈ 1440 എന്ത് ചെയ്യുക? 360 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 4 മിനിറ്റ് കിട്ടും. എന്താണ്? 4 മിനിറ്റ് ആണ് കിട്ടുന്നത്. അപ്പോ എന്താണ് ഈ 4 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര തിരിയുവാനായിട്ടാണ്? അതായത് ഒരു ഡിഗ്രി പ്രദേശം തിരിയുവാനായിട്ട് എന്താണ് ഭൂമിക്ക് വേണ്ട സമയമാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന 4 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോ 1 മണിക്കൂറിൽ എത്ര രേഖാംശ പ്രദേശം കവർ ചെയ്യും? 1 ഡിഗ്രി കവർ ചെയ്യാൻ എടുക്കുന്ന സമയം 4 ആണ് എങ്കിൽ 1 മണിക്കൂറിൽ എത്ര എടുക്കും? എത്ര ഡിഗ്രി? 15 ഡിഗ്രി 60 നോക്കുക. 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ 1 മണിക്കൂർ എന്താണ് സമയ വ്യത്യാസം ഉണ്ടാകും. അതായത് 15 × 4 60 മിനിറ്റ്. 1 മണിക്കൂർ 15 ഡിഗ്രി എന്താണ് ഇത് തിരിയും. അതായത് 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശ രേഖ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത്. 1 ഡിഗ്രി പ്രദേശം 1 ഡിഗ്രി എന്താണ് രേഖാംശ പ്രദേശം എത്ര? ഏതാണ് 4 മിനിറ്റിനുള്ളിൽ കടന്നു പോകും. അങ്ങനെ 1 മണിക്കൂർ ആകുമ്പോൾ ഏകദേശം 15 ഡിഗ്രി രേഖാംശ പ്രദേശമാണ് എന്ത് ചെയ്യുന്നത്? സൂര്യന്റെ മുന്നിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ എന്താണ് സമയക്കൂടുതൽ രേഖപ്പെടുത്തുന്നത് കിഴക്കോട്ടും സമയക്കുറവ് രേഖപ്പെടുത്തുന്നത് എങ്ങോട്ടാണ്? പടിഞ്ഞാറോട്ടുമായിരിക്കും. അതായത് നിങ്ങൾ ഇങ്ങനെ നോക്കുക, ഈ ആ ചിത്രം നോക്കുക. ആ റൈറ്റ് സൈഡിൽ കാണുന്നത് അതായത് 12 ന്യൂൺ, അതായത് 0 ഡിഗ്രി എന്ന് പറയുന്ന രേഖാംശ രേഖ. അതിനിപ്പുറത്തായിട്ട് എന്താണ് ഓരോ 1 ഡിഗ്രിയിലും എന്താണ് രേഖാംശ രേഖകൾ ഇങ്ങനെ വലത്തോട്ടും ഇടത്തോട്ടും കടന്നു പോകുന്നു. ഈ വലത്തോട്ട് പോകുന്നത് എന്താണ്? കിഴക്കോട്ടാണ്. ഈ കിഴക്കോട്ട് പോകുന്തോറും സമയത്തിന് എന്ത് വ്യത്യാസമാണ് വരുന്നത്? സമയം
എന്ത് സംഭവിക്കും? കിഴക്കോട്ട് പോകുന്നതോറും സമയത്തിന് എന്ത് സംഭവിക്കും? നിങ്ങൾ ഈ പിക്ചർ കാണുന്നില്ലേ? ഇല്ല സാർ, കാണുന്നില്ല. നോക്കൂ, ഈ പിക്ചർ നോക്കൂ. 0 ഡിഗ്രി അക്ഷാംശം, അതിനപ്പുറമായിട്ട് 1 ഡിഗ്രി വീണ്ടും ഒരു അക്ഷാംശം. അങ്ങനെ ഇങ്ങനെ അക്ഷാംശങ്ങൾ എന്താണ് വലത്തോട്ടും ഇടത്തോട്ടും പോകുന്നുണ്ട്. അതില് നമ്മൾ ഈ പറയുന്ന 0 ഡിഗ്രി അക്ഷാംശത്തിൽ നിന്നും കിഴക്കോട്ട് പോകുന്തോറും, അതായത് വലതുഭാഗത്ത് പോകുന്തോറും സമയം എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? സമയം 4 മിനിറ്റ് വെച്ച് കൂടും. മനസ്സിലായോ? അത് തന്നെ സ്ക്രീൻ കാണുന്നില്ല. പഴയതിൽ തന്നെ നിൽക്കാണ്, ഗ്ലോബിന്റെ പിക്ചറിൽ തന്നെ നിൽക്കുക. ഇപ്പം കാണാം. ഓക്കെ, ഇപ്പൊ കാണാലോ. കാണാം. നോക്കുക, ഈ 0 ഡിഗ്രി അക്ഷാംശം, അതിനപ്പുറത്തായിട്ട് ഓരോ ഡിഗ്രിയിലും എന്താണ് വലതുവശത്തേക്കും, ഈ 0 ഡിഗ്രിയുടെ ഇടതുവശത്തായിട്ട് എന്താണ് ഓരോ ഡിഗ്രിയിലും ഇടതുവശത്തേക്കും എന്താണ് രേഖാംശ രേഖകൾ പോകുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ 0 ഡിഗ്രി അക്ഷാംശത്തിൽ സമയം 12 ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സമയ വ്യത്യാസം എന്ന് പറയുന്നത് 4 മിനിറ്റ് കൂടുതലായിരിക്കും. അതായത് ആദ്യത്തെ 1 ഡിഗ്രിയിൽ 12:04 ആയിരിക്കും. രണ്ടാമത്തെ ഡിഗ്രി വരുമ്പോൾ എന്താണ് 12:08 വരും. എന്താണ് അങ്ങനെ എന്താണ് കൂടിക്കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത്. അത് തന്നെ ഈ പറയുന്ന രേഖാംശ രേഖയ്ക്ക് എന്താണ് ഇടതുവശത്തേക്കാണെങ്കിൽ എന്ത് സംഭവിക്കും? സമയം 4 മിനിറ്റ് വീതം കണ്ടുകൊണ്ടിരിക്കും. അതായത് 12 ആണ് 0 ഡിഗ്രി രേഖാംശത്തിൽ സമയമെങ്കിൽ എന്താണ് പടിഞ്ഞാറ് വശത്തേക്ക് പോകുന്നതോറും സമയം എന്താണ് സംഭവിക്കുക? സമയം സംഭവിക്കും. അതായത് 12 ആണെങ്കിൽ ആദ്യത്തെ 1 ഡിഗ്രിയിൽ എന്ത് സംഭവിക്കും? 11:56 ആകും, പിന്നെ 11:52 ആകും. അങ്ങനെ എന്താണ് ഓരോ 4 ഇതെന്ത് ചെയ്യും? കുറഞ്ഞ് വരും പറഞ്ഞത്. ഇനി നോക്കുക, അതാണ് ഇവിടെ പറയുന്നത്. ഒരു നിശ്ചിത രേഖാംശത്തിൽ നിന്നും കിഴക്കോട്ട് ഓരോ ഡിഗ്രി രേഖാംശത്തിനും സമയം എന്ത് സംഭവിക്കും? 4 മിനിറ്റ് കൂടിയും പടിഞ്ഞാറോട്ട് 4 മിനിറ്റ് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. ഇനി ഗ്രീനിച്ച് സമയമേഖലകൾ എന്നുള്ളതിനെ കുറിച്ചാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. 0 ഡിഗ്രി രേഖാംശ രേഖ എന്താണ്? ഗ്രീനിച്ച് രേഖയാണ്. എന്താണ്? അപ്പോ 0 ഡിഗ്രി രേഖാംശ രേഖ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗ്രീനിച്ച് എന്നുള്ള പേരിലാണ്. അപ്പോ 0 ഡിഗ്രി അക്ഷാംശ രേഖ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭൂമധ്യരേഖ എന്നുള്ള പേരിലാണ്. ഭൂമധ്യരേഖ എന്നുള്ള പേരിലാണ്. 0 ഡിഗ്രി രേഖാംശ രേഖ എന്ന് പറയുന്നത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് ഗ്രീനിച്ച് രേഖ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ നടുവശം എന്നുള്ളത് ഒരു ഭൂമിയെ സംബന്ധിച്ച് ആർക്ക് വേണമെങ്കിലും, അല്ലെങ്കിൽ ഒരു ഗോളത്തെ സംബന്ധിച്ച് ആർക്ക് വേണമെങ്കിലും അവകാശപ്പെടാം. ഇന്ത്യക്കാരന് വേണമെങ്കിൽ ആ ഗ്ലോബ് എടുത്ത് വെച്ച് ഇന്ത്യയുടെ നേരെ വെച്ച് അതിന് ചുറ്റും ഒരു വട്ടം വരച്ചതിന് ശേഷം എന്താണ് അവന് വേണമെങ്കിൽ പറയാം, ഇതാണ് എന്തെന്ന് പറയുന്നത് യഥാർത്ഥ ഈ ഭൂമിയുടെ എന്തെന്ന് പറയുന്നത് നടുക്കിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ നടുവശത്ത് കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അവകാശങ്ങൾ ഉന്നയിക്കാൻ പറ്റും. പക്ഷെ എന്താണ്, നമുക്ക് ലോകത്തിന് മുഴുവൻ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള എന്ത് വേണം? ഒരു സമയക്രമം വേണം. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ലോക നേതാക്കന്മാരും, അല്ലെങ്കിൽ എന്താണ് ആ കാലഘട്ടത്തിലുള്ള സൂപ്പർ പവേഴ്സ്, അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള രാജ്യങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് എന്താണ് ഒരു പ്രദേശം എന്ന് പറയുന്നത് എന്തായിട്ട് തീരുമാനിച്ചു? ആ പ്രദേശത്ത് കൂടി കടന്നു പോകുന്നത് 0 ഡിഗ്രി എന്താണ് രേഖാംശ രേഖയാണ് എന്ന് തീരുമാനിച്ചു. പിന്നീട് അതിന്റെ എന്താണ് വലതുവശത്തേക്കും ഇടതുവശത്തേക്കുമാണ് എന്ത് ചെയ്യുന്നത്? ഓരോ ഡിഗ്രി രേഖാംശ രേഖകൾ കടന്നു പോകുന്നതും
ഈ പറയുന്ന 0 ഡിഗ്രി രേഖാംശ രേഖയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലോകത്ത് എന്ത് ചെയ്യുന്നത്, ഒരു സമയക്രമം പാലിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇതിന് ഈ 0 ഡിഗ്രി കടന്നു പോകുന്നത് പോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലൂടെയും എന്ത് കടന്നു പോകുന്നുണ്ട്, ഒരുപാട് സാങ്കല്പിക രേഖകളായിട്ടുള്ള രേഖാംശ രേഖകൾ കടന്നു പോകുന്നുണ്ട്. ഈ രേഖാംശ രേഖകളെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ അതിൽ നടുക്ക് നിൽക്കുന്ന രേഖാംശ രേഖകളെ, അതിൽ പ്രധാനപ്പെട്ട രേഖാംശ രേഖകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള ഒരു സമയക്രമം ഉണ്ടാക്കിയെടുക്കുന്നതും. നോക്കുക, 0 ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ എന്നാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടി കടന്നു പോകുന്നതിലാണ് ഈ രേഖയ്ക്ക് എന്തെന്ന് പറയുന്നത്, ഗ്രീനിച്ച് രേഖ എന്ന പേര് നൽകപ്പെട്ടത്. എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായോ? ഈ രേഖക്ക് 0 ഡിഗ്രി രേഖാംശ രേഖയ്ക്ക് എന്തുകൊണ്ടാണ് ഗ്രീനിച്ച് രേഖ എന്നുള്ള പേര് വന്നത്? അത് കടന്നു പോകുന്നത് ഇതിലൂടെയാണ്, ഈ പറയുന്ന ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ചിലുള്ള റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അത് കടന്നു പോകുന്നത്. ഈ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് എവിടെയുമുള്ള സമയം നിർണയിക്കപ്പെടുന്നത് എന്നതിനാൽ ഇത് എന്താണ്, പ്രൈം മെറീഡിയൻ എന്നും കൂടി അറിയപ്പെടുന്നു. അപ്പോ ഗ്രീനിച്ച് രേഖ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, പ്രൈം മെറീഡിയൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോ 0 ഡിഗ്രി രേഖാംശ രേഖയാണ് എന്തെന്ന് പറയുന്നത്, ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. അത് കടന്നു പോകുന്നത് ഇംഗ്ലണ്ട് ഗ്രീനിച്ച് എന്ന് പറയുന്ന പ്രദേശത്ത് കൂടിയാണ് ഈ പറയുന്ന 0 ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോകുന്നത്. അത് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ്, ലോകം മുഴുവനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതിനായിട്ട്, നമുക്ക് സമയക്രമം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്താണ് കൂടി തീരുമാനിച്ച ആ പ്രദേശം എന്താക്കാം, 0 ഡിഗ്രി ആക്കാം എന്ന് പറഞ്ഞ് അത് അങ്ങനെ ആക്കിയതാണ്. നമുക്ക് വേണമെങ്കിൽ മാറ്റി വരച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടേതായിട്ടൊരു സമയക്രമം ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ സമയക്രമം ഈ ലോകത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ്, ഈ ഗ്രീനിച്ച് രേഖത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലോകത്ത് എവിടെയും സമയം നിർണ്ണയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് പ്രൈം മെറീഡിയൻ എന്നുള്ളത്. അപ്പൊ ഈ ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം, അതായത് ഗ്രീനിച്ച് മീൻ ടൈം എന്ന് പറയുന്നു. ഒന്നുമില്ല, ആ പറയുന്ന ഗ്രീനിച്ച് എന്ന് പറയുന്ന പ്രദേശത്തെ പ്രാദേശികമായിട്ടുള്ള സമയം അറിയപ്പെടുന്നത് എന്താണ്, ഗ്രീനിച്ച് മീൻ ടൈം എന്നാണ്. ഈ ഗ്രീനിച്ച് ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്താണ്, നമ്മളുടെ മൊത്തം ഭൂമി എന്താണ്, ഒരു 24 ടൈം സോണുകളായിട്ട്, ഓരോ മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണുള്ളത്. അങ്ങനെ ഓരോ മണിക്കൂർ വീതമുള്ള 24 ടൈം സോണുകളായിട്ട് എന്ത് ചെയ്യുന്നു, വേർതിരിച്ചിട്ട് ഉണ്ട്. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഗ്രീനിച്ച് രേഖയും അല്ലെങ്കിൽ ഗ്രീനിച്ച് സമയവും അതിന്റെ എന്താണ് ടൈം സോണും എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് സമയം ഓരോ രേഖാംശത്തിലെയും പ്രാദേശിക സമയങ്ങളിൽ എന്താണ് വ്യത്യാസം ഉണ്ടാകും. ഓരോ രേഖാംശം കടന്നു പോകുന്ന പ്രദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്താണ് അവിടെ സമയ വ്യത്യാസം ഉണ്ടാകും. വിവിധ രേഖാംശങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ അതാതിടങ്ങളിലെ പ്രാദേശിക സമയം പരിഗണിച്ചാൽ അത് പല അവസരങ്ങളിലും ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. ഈ പ്രതിസന്ധി മറികടക്കുവാൻ രാജ്യങ്ങളുടെ കേന്ദ്രഭാഗത്ത് കൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്തെ മുഴുവൻ പൊതുസമയമായിട്ടാണ് സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത്. എന്നാൽ രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങളിൽ ഒന്നിലേറെ രേഖാംശങ്ങൾ മാനക രേഖാംശങ്ങളായിട്ട് പരിഗണിച്ച് ഒന്നിലധികം മാനക സമയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിർണയിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശ രേഖ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്
മെറിഡിയൻ ആയിട്ട് എന്ത് ചെയ്യുന്നു, പരിഗണിക്കുന്നു. മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ മാനക സമയം അഥവാ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. അതായത് വെറുതെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഓരോ സ്ഥലത്തും എന്താണ്, ഒരു രാജ്യത്തിലൂടെ ഒരുപാട് എന്ത് കടന്നു പോകുന്നുണ്ട്, ഒരുപാട് രേഖാംശ രേഖകൾ കടന്നു പോകുന്നുണ്ട്. അപ്പോ ആ രാജ്യത്ത് തന്നെയുള്ള വിവിധ പ്രദേശങ്ങൾ അവരുടെ കടന്നു പോകുന്ന രേഖാംശത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എന്താണ് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു സമയം ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ആ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായിട്ട് എന്തുണ്ടാകും, വിവിധ ഭാഗങ്ങളിലായിട്ട് വിവിധങ്ങളായിട്ടുള്ള ടൈം സോണുകൾ ഉണ്ടാകും. അതായത് ഡൽഹിയിൽ ഒരു സമയമാണെങ്കിൽ കേരളത്തിൽ എന്തായി മാറും, വേറൊരു സമയമായിട്ട് മാറും. കാരണം എന്താണ്, നമ്മൾ രണ്ടു കൂട്ടരും എന്താണ് നമ്മളുടെ സംസ്ഥാനത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സമയം നിർണ്ണയിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, വ്യത്യസ്തമായിട്ടുള്ള സമയമായി മാറും. അങ്ങനെ ആയിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ എന്താണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എന്താണ് നമുക്ക് രാജ്യത്തുടനീളം ഒരു അനൗൺസ്മെന്റ് നടത്താൻ പറ്റില്ല, ട്രെയിൻ സർവീസുകൾ എന്താണ് നമുക്ക് അറേഞ്ച് ചെയ്യുവാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള പ്രായോഗികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഈ ഓരോ രാജ്യങ്ങൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യത്തിന്റെ എന്താണ് നടുവശത്ത് കൂടി കടന്നു പോകുന്ന, അതായത് ഒരുപാട് രേഖാംശ രേഖകൾ കടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിൽ എന്താണ് ഏകദേശം നടുക്കായിട്ട് കടന്നു പോകുന്ന ഒരു രേഖാംശ രേഖയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു സമയക്രമം ഉണ്ടാക്കുന്നു. അതിനുശേഷം എന്താണ് ചെയ്യുന്നത്, അതിനുശേഷം അത് ആ രാജ്യത്തിന് മുഴുവൻ ബാധകമായിട്ട് മാറ്റുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് സമയം അല്ലെങ്കിൽ മാനക സമയം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇന്ത്യയും അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു സമയം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖകളിൽ ഏകദേശം നടുക്കുവശത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഇന്ത്യയിൽ സമയം എന്നുള്ളത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നമുക്ക് എന്താവുന്നത്, സമയം തുല്യമായി മാറുന്നത്. അത് എന്താണ്, ആ രേഖയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉള്ള ഒരു സമയക്രമമാണ് ഇന്ത്യ മുഴുവൻ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അത്രയും ഉള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി വെറുതെ വായിക്കുക. ഓരോ രേഖാംശത്തിലെയും പ്രാദേശിക സമയത്തിൽ എന്താണ് വ്യത്യാസം ഉണ്ടാകും. വിവിധ രേഖാംശങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ അതാതിടങ്ങളിലെ പ്രാദേശിക സമയം പരിഗണിച്ചാൽ അത് പല അവസരങ്ങളിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കും. ഈ പ്രതിസന്ധി മറികടക്കുവാൻ എന്താണ്, രാജ്യങ്ങളുടെ കേന്ദ്ര ഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ എന്ത് ചെയ്യുന്നു, രാജ്യത്തെ മുഴുവൻ പൊതുസമയമായിട്ട് എന്ത് ചെയ്യുന്നു, സാധാരണ കണക്കാക്കുന്നു. ഇത് എന്നാൽ എന്താണ്, വലിയ ചില രാജ്യങ്ങളിൽ ഇത് എന്തില്ല, ആപ്ലിക്കബിൾ അല്ല. ഒരു എന്താണ് രേഖാംശ രേഖയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമയക്രമം വലിയ രാജ്യങ്ങളിൽ എന്തല്ല, പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത്തരം രാജ്യങ്ങളിൽ എന്താണ് പ്രധാനപ്പെട്ട രേഖാംശ രേഖകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട രേഖാംശ രേഖകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രണ്ടോ അതിലധികമോ എന്താണ് സമയക്രമങ്ങൾ ഉണ്ടാവും. അതായത് ആ രാജ്യത്തിന്റെ ഒരു പ്രദേശത്ത് സമയം ഇതാണെങ്കിൽ അതിന്റെ മറ്റൊരു പ്രദേശത്ത് ചെല്ലുമ്പോൾ എന്തുണ്ടാവും, അവിടെ സമയ വ്യത്യാസം ഉണ്ടാവും. കാരണം എന്താണ്, അവിടെ സമയം അടിസ്ഥാനപ്പെടുത്തുന്നത് ഈ വിവിധങ്ങളായിട്ടുള്ള ടൈം സോണുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഉദാഹരണത്തിന് റഷ്യ എന്ന് പറയുന്ന രാജ്യം, റഷ്യയിൽ ഏകദേശം 11ഓളം ടൈം സോണുകൾ ഉണ്ട് എന്നാണ് എന്തെന്ന് പറയുന്നത്, എന്റെ ഒരു അറിവ് എന്ന് പറയുന്നത്. നമ്പർ എന്ന് പറയുന്നത് കൃത്യമല്ല, ഏകദേശം എന്താണ് 10ന് മുകളിൽ ടൈം സോണുകളുള്ള ഒരു വലിയ ഭൂവിഭാഗമാണ് എന്തെന്ന് പറയുന്നത് റഷ്യ എന്ന് പറയുന്നത്. അപ്പോ എന്നാൽ രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങളിൽ എന്താണ്, ഒന്നിലേറെ മാനക രേഖാംശങ്ങളായിട്ട് പരിഗണിച്ച് ഒന്നിലധികം മാനക സമയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിർണയിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ എന്താണ് ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ എന്താണ് മാനക രേഖാംശ രേഖ അഥവാ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ആയിട്ട് പരിഗണിക്കുന്നു.
മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിന്റെ എന്ന് പറയുന്നത് മാനക സമയം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ പറഞ്ഞു എന്താണ്, എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് പോലെ ഇന്ത്യക്കും ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ടൈം ഉണ്ട്. നമുക്ക് നോക്കാം. അതായത് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖകൾ എന്ന് പറയുന്നത് 68 ഡിഗ്രി രേഖാംശ രേഖ മുതൽ എന്താണ് 97 ഡിഗ്രി രേഖാംശ രേഖയാണ്. ഇത്രയും രേഖാംശ രേഖകൾ എന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഭൂപ്രദേശത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. രേഖാംശ രേഖകൾ എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കുന്ന വെറും സാങ്കല്പിക വരകളാണ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. നമുക്ക് സമയം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പണി എന്നുള്ളത് കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എന്ത് ചെയ്യുക, ഈ പറയുന്ന 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയുള്ള രേഖാംശ രേഖകൾ, അതായത് ഓരോ ഡിഗ്രിയിലും ഓരോ രേഖാംശം വെച്ച് 68, 69, 70 ഇങ്ങനെ എന്താണ്, അങ്ങനെ 97 വരെയുള്ള രേഖാംശ രേഖകൾ ഇന്ത്യയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്. അപ്പോ ഇതിൽ ഏതെങ്കിലും ഒരു പ്രദേശം എടുത്താൽ എന്ത് സംഭവിക്കും? എല്ലാവർക്കും പ്രശ്നം വരും. അതെന്താണ് ഞങ്ങളുടെ പ്രദേശം എടുക്കാഞ്ഞത്? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ കൂടെ എന്താണ് ഏകദേശം ഒത്ത് നടുക്കായിട്ട് എന്താണ് കടന്നു പോകുന്ന ഒരു രേഖാംശ രേഖയെ നമ്മൾ എടുത്തു. ആ രേഖാംശ രേഖയെ നമ്മൾ എന്താക്കി മാറ്റി? നമ്മളുടെ രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ടൈം IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആക്കി മാറ്റി. ആ രേഖാംശം എന്ന് പറയുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റ് എന്താണെന്ന് പറയുന്ന രേഖാംശ രേഖയാണ്. അപ്പൊ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനപ്പെടുത്തിയാണ്? 82 ഡിഗ്രി പൂർവ്വ രേഖാംശം. 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശത്തെ എന്താണ് ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ടാണ് എന്ത് ചെയ്യുക, കണക്കാക്കുന്നത്. ഈ രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ എന്താണ് പൊതുവായിട്ടുള്ള സമയമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ഞാൻ പറഞ്ഞതാണ് എന്താണ്, ഈ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഒരു രേഖാംശ രേഖയെ അടിസ്ഥാനപ്പെടുത്തി സമയം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് സമയം ചിലപ്പോൾ 3:10 ആയിരിക്കില്ല. സമയത്തിൽ എന്താണ് ചെറിയ വ്യത്യാസങ്ങൾ എന്താണ് ഉണ്ടാകുമായിരുന്നു. പക്ഷെ നമ്മൾ കണക്കാക്കുന്നത് നമ്മളുടെ കേരളത്തിലൂടെ പോകുന്ന രേഖാംശ രേഖയല്ല, മറിച്ച് ഇന്ത്യക്കാർക്ക് മുഴുവൻ കോമൺ ആയിട്ട് 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ടൈം സമയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും എന്താക്കി മാറ്റിയിരിക്കുന്നു, അത് ബാധകമാക്കി മാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ എന്തെന്ന് പറയുന്നത് പൊതുസമയമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇതിനെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇതിനെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് വിളിക്കുന്നത്. ഇനി അന്താരാഷ്ട്ര ദിനാങ്ക രേഖ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഗ്രീനിച്ച് രേഖയിൽ നിന്നും കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ 180 ഡിഗ്രി എന്താണ് രേഖാംശം വരെ ഓരോ 15 ഡിഗ്രിയിലും എന്താണ് സമയം കണക്കാക്കി അത് നമുക്ക് വേണ്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് ഉള്ള എക്സസൈസ് ആണ്. മാഷെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് എന്ന് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അത് ശരിയാണോ? അങ്ങനെയാണ്? 5.5 മണിക്കൂർ മുന്നിലല്ലേ? 5.5 മണിക്കൂർ മുന്നിലാണ് അല്ലേ? അതെ അതെ. കാരണം എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഗ്രീനിച്ച് ലൈനിനേക്കാൾ ഏത് പ്രദേശത്താണ് കിടക്കുന്നത്? പടിഞ്ഞാറാണോ കിഴക്കാണോ? കിഴക്കായി. കിഴക്കല്ലേ? കിഴക്കോട്ട് പോകുന്ന സമയത്തിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്? കൂടി വരുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കില്ലേ? 5.5 മണിക്കൂർ കൂടുതലായിരിക്കും. അത് നേരെ തിരിച്ചാണെങ്കിൽ തിരിയും. എന്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം? എന്താണ് ഇന്ത്യയുടെ ടൈമിനെ അപേക്ഷിച്ച് സമയം എത്രയാണ്? 5.5 മണിക്കൂർ പുറകിലാണ് അല്ലെങ്കിൽ കുറവാണ് എന്ന് പറയും.
പ്രസ്താവന എങ്ങനെ വന്നാലും അത് എന്ത് ചെയ്യണം, നമ്മൾ വായിച്ചിട്ട് മനസ്സിലാക്കണം. ഈ പറയുന്ന പ്രസ്താവന ശരിയാണ്. അതായത് ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഓഫ് ടൈം എന്ന് പറയുന്നത്. അതായത് നമ്മള് നമ്മളുടെ ഈ പറയുന്ന സമയത്തെ അടിസ്ഥാനമാക്കി, അതായത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ആദ്യത്തെ 180ാമത്തെ ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ ഒരു പ്രശ്നം വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രദേശത്ത് തന്നെ ഒരേ സമയം തന്നെ എന്താണ് 2 ടൈം സോണുകൾ എന്ത് ചെയ്യും, എന്താണ് വരാനുള്ള ഒരു ചെറിയ സാധ്യതകളൊക്കെ ഉണ്ടാവും. അപ്പോ ഇത്തരം ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, നമ്മൾ ഈ രേഖാംശ രേഖ ഇങ്ങനെ കൃത്യമായിട്ട് നേരെയല്ല വരയ്ക്കുക, മറിച്ച് നേരെ നോക്കുക. ഈ രേഖാംശ രേഖ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു, ഇങ്ങനെ ഒരു സിഗ്സാഗ് മോഡലിലുള്ള എന്താണ് ഒരു രീതിയിലാണ് ആ പ്രദേശങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പ്രദേശത്ത് ഈ 180 ഡിഗ്രിയിൽ എന്തിനെ വരയ്ക്കുന്നത്, രേഖാംശ രേഖയെ വരയ്ക്കുന്നത്. രേഖാംശ രേഖ എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു എന്താണ് രേഖയൊക്കെ തന്നെ എന്ന് പറയുന്നത് ഒരു സങ്കല്പ രേഖയാണ്. നമുക്ക് സമയം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ആവശ്യകത എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് അതിൽ ഓൾട്രേഷൻ വരുത്തുവാനായിട്ട് എന്താണ് നമുക്ക് കഴിയും. അപ്പോ ഈ 180 ഡിഗ്രിയിൽ സംഭവിക്കുന്ന ആ ഒരു പ്രദേശത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ടൈം ലൈൻ എന്താണ് ഉണ്ടാകുന്നത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ 180 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്, അത് ഇടക്ക് വെച്ച് ഒരു പ്രദേശത്ത് എത്തുന്നതിന് മുമ്പ് ഒരു സിഗ്സാഗ് മോഡലിലാണ് എന്ത് ചെയ്യുക, ഒരു Z ആകൃതിയിലാണ് അത് എന്ത് ചെയ്യുക, അത് കടന്നു പോകുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. നോക്കുക. അപ്പോ നമ്മൾ ഈ രേഖാംശ രേഖ എന്ന് പറഞ്ഞപ്പോ ഈ രേഖാംശ രേഖ എല്ലാ മേഖലകളിലൂടെയും ഒന്നും അല്ലെങ്കിൽ എല്ലാ ഭൂപ്രദേശത്തെയും ഒന്നും എന്ത് ചെയ്യുന്നില്ല, കണക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നില്ല, പോകുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സൗകര്യത്തിനനുസരിച്ചാണ് ഈ സംഭവം എന്ത് ചെയ്തിട്ടുള്ളത്, വരച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ ചില എന്താണ് ദ്വീപുകളെ, ആൾ താമസമുള്ള ദ്വീപുകളെ വരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എന്താണ് ഒഴിവാക്കിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ പസഫിക് സമുദ്രത്തിലെ എന്താണ് ബെറിംഗ് കടലിടുക്കിലൂടെ കടന്നു പോകും വിധം ജനവാസമുള്ള ചില ദ്വീപുകളെ ഒഴിവാക്കിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്തരം രേഖകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ രേഖ മുറിച്ചു കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾക്ക് എന്താണ് കലണ്ടറിൽ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്നവർ ഒരു ദിവസം കുറച്ചുമൊക്കെയാണ് സമയം കണക്കാക്കിയിരുന്നത്. ഈ സാങ്കല്പിക രേഖയാണ് എന്തെന്ന് പറയുന്നത് ദിനാങ്ക രേഖ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. അതായത് നിങ്ങൾ ഈ മുകളിൽ പറഞ്ഞ 180 ഡിഗ്രിയിൽ നമ്മൾ Z മോഡിൽ വരയ്ക്കുന്ന ഈ പറയുന്ന എന്താണ് രേഖാംശ രേഖയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് വിളിക്കുന്നത്. ഈ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വീട്ടില് വെച്ചിട്ട് ചെയ്തു നോക്കുക. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് വായിച്ച് എന്താണ് അതിനൊരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. LDC പരീക്ഷകൾക്കൊന്നും എന്താണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ഗ്രാജുവേറ്റ് ലെവലിലുള്ള പരീക്ഷകൾ എഴുതുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ചോദ്യം ചോദിക്കാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നോക്കാം. അതായത് ഗ്രീനിച്ച് സമയം ഉച്ചക്ക് 12 മണിയായിരിക്കുമ്പോൾ ഇന്ത്യൻ സമയം എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് പ്രോബ്ലം ചെയ്യാനൊന്നും നിൽക്കണ്ട. അതിന്റെ ഉത്തരം എത്രയായിരിക്കും? 5:30 മണിക്കൂർ മുന്നിൽ, 12ൽ നിന്ന് 5:30 മണിക്കൂർ മുന്നിലോട്ട് പോയാൽ എത്ര മണിയാവും? 5:30 PM ആവും. അതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അത് വന്നേക്കുന്ന രീതി എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ കുട്ടികൾക്ക് മനസ്സിലാകാനുള്ള എക്സ്പ്ലനേഷൻ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു 82.5 ഡിഗ്രി, 15 ഡിഗ്രിയിൽ 1 മണിക്കൂർ, പിന്നെ അതിനെ ഹരിച്ച് അവസാനം 5:30 മണിക്കൂർ എന്ന് പറയുന്ന
സമയ വ്യത്യാസത്തിലേക്ക് നമ്മൾ എത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന 12 പ്ലസ് 5.5 മണിക്കൂർ കൂട്ടുമ്പോൾ 5:30 PM ആകുന്നു. ഇത്രയുള്ളൂ സംഭവം. അത് നിങ്ങളൊന്ന് നോക്കുക. നമുക്ക് എന്താണ് അത് അത്യാവശ്യമുള്ളതല്ല. അതിനടിയിൽ തന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. എന്താണ്? ഇന്ത്യയിൽ തിങ്കളാഴ്ച 11 മണിയായിരിക്കുമ്പോൾ ജപ്പാനിൽ എത്ര മണിയായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ആ പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് നോക്കുക. അപ്പൊ അതോടുകൂടി എന്താണ്, അതോടുകൂടി ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, അവസാനിക്കുകയാണ്. അപ്പൊ അടുത്ത നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് കാറ്റിന്റെ ഉറവിടം തേടി എന്നാണ്. അതിനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ് അവസാനിക്കാം. 1497 ജൂലൈ 8 ലിസ്ബൺ തുറമുഖത്ത് നിന്നും 4 പായ്ക്കപ്പലുകളുമായിട്ട് 170 പേരടങ്ങുന്ന സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോ ഡ ഗാമ യാത്ര തിരിച്ചു. ഒരു രാജ്യം തേടിയുള്ള എക്കാലത്തെയും വലിയ സമുദ്രയാത്രയായിരുന്നത്. ലിസ്ബണിൽ നിന്ന് പുറപ്പെട്ട് ബ്രസീലിന്റെ തീരത്തെത്തി. തുടർന്ന് തെക്കു കിഴക്കോട്ട്, പിന്നെ തുണയായത് തന്റെ മുൻഗാമിയായ ബർത്തലോമിയോ ഡയസ് കണ്ടെത്തിയ കാറ്റുകളായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ ആഫ്രിക്കയുടെ തെക്കേ തീരത്തെത്തിച്ചു. എന്നാൽ പ്രാദേശിക ഭരണകൂടവുമായി ഉണ്ടായ എതിർപ്പിനെ തുടർന്ന് ഗാമ അവിടം വിട്ടു. തുടർന്ന് വടക്കോട്ട് മെമ്പാസയും കടന്ന് മലിന്ദിയിലെത്തി. മലിന്ദി തുറമുഖത്ത് ഇന്ത്യൻ കച്ചവടക്കാരുടെ സാന്നിധ്യം ശ്രദ്ധിച്ച അദ്ദേഹം ഒരു പ്രാദേശിക നാവികന്റെ സഹായം തേടി. അവിടെ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടുകൂടി 1498 ഏപ്രിൽ 24 വാസ്കോ ഡ ഗാമ 23 ദിവസം കൊണ്ട് മെയ് 20 കോഴിക്കോടിനടുത്ത് കാപ്പാട് തുറമുഖത്ത് എത്തിച്ചേർന്നു. എന്നാൽ വിദഗ്ധരുടെ ഉപദേശം വകവെക്കാതെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് തന്നെ തിരിച്ചു പോകുവാൻ ശ്രമിച്ച ഗാമ ഏറെ പ്രയാസപ്പെട്ടു. തിരികെ മലിന്ദിയിലെത്താൻ വാസ്കോ ഡ ഗാമക്ക് 132 ദിവസങ്ങൾ വേണ്ടി വന്നു. നമ്മൾ പറഞ്ഞു നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ജോഗ്രഫിയാണ്. പക്ഷെ അവിടെയും എന്താണ്, വാസ്കോ ഡ ഗാമ കടന്നു വരുന്നു. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ വാസ്കോ ഡ ഗാമയ്ക്കല്ല ഇമ്പോർട്ടന്റ്, മറിച്ച് എന്തിനാണ് ഇമ്പോർട്ടന്റ്? മറിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാറ്റുകളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്ത ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോ നമുക്ക് ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു ഓൾ.